പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 നവംബർ മാസം 26 തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ 26 തീയതി ചൊവ്വാഴ്ച ജീവജലം ശ്രവിക്കുന്ന ഏവർക്കും സന്തോഷവും നന്മയും എല്ലാ ദൈവകൃപകളും ഉയരത്തിൽ നിന്നും ധാരാളമായി ചൊരിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 33 അധ്യായം 17 വാക്യം. എക്സോഡസ് ചാപ്റ്റർ 33 വേഴ്സ് 17 നാം ഇപ്രകാരം വായിക്കുന്നു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. ദൈവം മോശയോട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. മോശ ദൈവത്തോട് പറഞ്ഞു, ഈ ജനവുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടുന്ന് എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, എൻ്റെ കൃപ നിന്റെ മേലുണ്ട്. പക്ഷെ അത് പോരാ, നീ ഞങ്ങളുടെ കൂടെ വരണം. നീയും കൂടെ വരാതെ ഞങ്ങളെ എങ്ങും അയക്കരുത്. അങ്ങനെ തങ്ങളുടെ യാത്രയെക്കുറിച്ച് വ്യക്തമായ ഒരറിവും മോശയുടെ മുമ്പിലില്ല. അതാത് സമയത്ത് ദൈവം കൊടുക്കുന്ന ആലോചനയ്ക്കനുസരിച്ച് മോശയും അഹരോനും ജനവും നീങ്ങുകയാണ്. പക്ഷേ മോശയ്ക്ക് ഒരു കാര്യം നിർബന്ധമുണ്ട്, ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ മറുപടിയായി ദൈവം മോശയോട് പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. അതെ, നിന്റെ വാക്കുപോലെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിന്റെ യാത്രയിൽ, നിന്റെ ഈ ജനത്തെ നയിച്ചുകൊണ്ടുള്ള ഓരോ ചുവടിലും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. ഈ ദിവസം അതിരാവിലെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ഓരോ ദിനവും നടത്തുന്നത് ദൈവത്തിൻ്റെ കൃപയും കരുണയും മാത്രമാണ്. ആ ദൈവിക സാന്നിധ്യം നമ്മുടെ സമസ്ത മേഖലകളും ഇല്ല എങ്കിൽ ഞാനും നിങ്ങളും തകർന്നു പോകും. പ്രിയമുള്ളവരെ, നമ്മളുടെ ജോലി ശ്രേഷ്ഠതയോ പവറോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസോ പണമോ വിദ്യാഭ്യാസമോ ഇവയൊന്നുമല്ല കാര്യം. അതെ, എന്തെല്ലാം ഉണ്ടെങ്കിലും തമ്പുരാൻ കൃപ ചെയ്തില്ലെങ്കിൽ സെക്കൻഡ് കൊണ്ട് തീർന്നു പോകുന്നതാണ്. നമ്മുടെ ജീവൻ എന്നത് അകത്തോട്ടെടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വിടുവാൻ കഴിയുന്നില്ല എങ്കിൽ അവിടെ കൊണ്ട് തീർന്നു. നമ്മുടെ അവസ്ഥ എന്താണ്? അങ്ങനെ മോശയുടെ അപേക്ഷയ്ക്ക് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, മോശേ, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, അടുത്തറിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പുറപ്പാട് പുസ്തകം 32 അധ്യായം 33 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പലക എന്നാണ് പറയുന്നത്. 2 കൽപ്പലകയിൽ ദൈവത്തിൻ്റെ അക്ഷരം, ദൈവത്തിൻ്റെ കൈ പതിഞ്ഞതാണ്. പക്ഷേ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന ദൈവത്തെക്കാൾ ഉപരിയായി ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ മോശ അത് എറിഞ്ഞുടച്ചു. അങ്ങനെ സർവലോകത്തിലെ സൗമ്യനെന്ന് വിശേഷിക്കപ്പെട്ട മോശ കോപാകുലനായി. ആ മോശയെക്കുറിച്ച് ദൈവം പറയാണ്, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മെ അടുത്തറിയുന്ന ഒരു ദൈവമുണ്ട്.
മോശയുടെ ഇതേ അനുഭവത്തിൽ കൂടെ നമ്മളും പോയേക്കാം. ദേഷ്യപ്പെടാം, കോപിക്കാം, പിണങ്ങിയേക്കാം, പല കാര്യങ്ങളിൽ പിടിവാശി ഉണ്ടായേക്കാം, വിട്ടുകൊടുക്കുവാനുള്ള താല്പര്യമില്ലായ്മ പലപ്പോഴും കലഹത്തിൽ അവസാനിച്ചേക്കാം. ഇവയൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. മോശേ, നീ ആരാണെന്ന് എനിക്കറിയാം. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഈ ചൊവ്വാഴ്ച ദിവസം അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളതും അത് തന്നെയാണ്. ഞാനും നിങ്ങളും ആരാണ് എന്ന് വ്യക്തമായും കൃത്യമായും അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ അടുത്തറിയുന്ന ഒരു ദൈവമുണ്ട്. ആരൊക്കെ എത്ര അടുത്തറിഞ്ഞാലും നമ്മുടെ യഥാർത്ഥ ക്യാരക്ടർ അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ നമ്മെ കൃത്യമായി അറിയുന്ന ഒരു ദൈവം ഉയരത്തിൽ ജീവിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, മറ്റൊരാൾ നമ്മെക്കുറിച്ച് അപവാദം പറഞ്ഞു, പഴി പറഞ്ഞു, ദുഷി പറഞ്ഞു, നമ്മെ നാണം കെടുത്തിച്ചു, നമ്മളെ ഇൻസൾട്ട് ചെയ്തു, നമ്മെ തകർത്ത് കളഞ്ഞു, നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ പല വിധങ്ങളിൽ ബുദ്ധിമുട്ടിച്ചു. നാം എന്തിന് സങ്കടപ്പെടണം? നാം എന്തിന് വിഷമിക്കണം? കാരണം നമ്മെ അടുത്തറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട്, മനം നൊന്ത്, സങ്കടപ്പെട്ട് ആരെങ്കിലും ഇന്നെന്നെ കേൾക്കുന്നുവോ? ഞാൻ വളരെ അധികം സ്നേഹിച്ച എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സുഹൃത്ത് എന്നോടിങ്ങനെ ചെയ്തല്ലോ. കർത്താവിൻ്റെ അന്ത്യ ദിവസങ്ങളിലും ഇത് തന്നെ പറയുന്നുണ്ട്. എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു. അവൻ എനിക്ക് സമനായിരുന്നു, പുറത്തുള്ളവനായിരുന്നില്ല. യേശുവിനെ കാട്ടിക്കൊടുക്കാനായി വന്നപ്പോഴും, സ്നേഹിത നീ വന്ന കാര്യം എന്ത്? സ്നേഹിത, ചുംബനം കൊണ്ടോ നീ എന്നെ ഒറ്റിക്കൊടുക്കുന്നത്? അതെ, നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നമ്മെ ചതിച്ചേക്കാം, നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം. എന്നാൽ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം നമ്മോട് കൃപ കാണിച്ച് നമ്മെ കരങ്ങളിൽ വഹിക്കുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ഈ ചൊവ്വാഴ്ച അതിരാവിലെ വിവിധങ്ങളായിട്ടുള്ള ജീവിത വിഷയങ്ങളുമായി ഭാരപ്പെട്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആരും ഉൾക്കൊള്ളുന്നില്ല, എന്നെ ആർക്കും ഇഷ്ടമല്ല, അത് വീട്ടിലായിക്കൊള്ളട്ടെ, സഭയിലായിക്കൊള്ളട്ടെ, കൂട്ടുകാരുടെ ചുറ്റുപാടിലായിക്കൊള്ളട്ടെ, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ ഏകാന്തതയിലാണ്, ഇങ്ങനെയുള്ള പരിഭവമോ പരാതിയോ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ? കുടുംബത്തിൽ ഒറ്റയ്ക്കാണ്, സമൂഹത്തിൽ ഒറ്റയ്ക്കാണ്, ജോലിസ്ഥാനത്ത് ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ടോ? ആരോടും പരാതി പറയണ്ട. മോശ ദൈവത്തോട് പറഞ്ഞു, നീ എന്നോട് കൃപയുണ്ടെന്നും എന്നെ അടുത്തറിഞ്ഞെന്നൊക്കെ പറഞ്ഞു, അതുപോരാ, നിന്റെ സാന്നിധ്യം എനിക്ക് വേണം. നീ ഇല്ലാത്തടത്ത് എന്നെ അയക്കരുത്, നീ ഇല്ലാതെ ഞങ്ങൾ യാത്ര പോകത്തുമില്ല. ആ ഒരു വലിയ തീരുമാനം, അപേക്ഷ ദൈവം കേട്ട മോശയോട് പറഞ്ഞ വാക്കുകളാണ് ഇന്നത്തെ വാഗ്ദത്ത വചനം. അതെ, ഞാൻ ഓർപ്പിച്ചതുപോലെ ഒറ്റപ്പെട്ടു, വേദനിക്കപ്പെട്ടു, സങ്കടപ്പെട്ടു, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ള തോന്നലുള്ളവർ തമ്പുരാനോട് പറ, എന്നെ അടുത്തറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ, എന്നോട് കൃപ തോന്നുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഒരു കണ്ണിനും ദയ തോന്നാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ എന്നോട് ദയ തോന്നി എന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പലരിലും ഈ ദിവസങ്ങളിൽ നടക്കേണ്ട ചില വിഷയത്തെ ഓർത്ത് മനംനൊന്ത് പ്രാർത്ഥിക്കുന്നവരാണ്. അത് മക്കളുടെ വിഷയമായിരിക്കാം, മരുമക്കളുടെ വിഷയമായിരിക്കാം, കുടുംബ വിഷയമായിരിക്കാം,
ജോലിയുടെ പ്രശ്നങ്ങൾ, ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പ്രശ്നങ്ങൾ, ഈ 30-ാം തീയതിക്കകം കൊടുത്തു തീർക്കേണ്ട ചില സാമ്പത്തിക ഇടപാടുകൾ, നിങ്ങൾക്ക് ലഭിക്കപ്പെട്ട ബാങ്കിൽ നിന്നുള്ള നോട്ടീസുകൾ, ഇവയൊക്കെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട്. അവയെല്ലാം തമ്പുരാന്റെ മുമ്പിൽ വെച്ചിട്ട് പറ, അപ്പാ അവിടുന്ന് എന്നെ അടുത്തറിയുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ എൻ്റെ വേദനയും അവിടുന്ന് അറിയുന്നു, എൻ്റെ ഭാരവും അവിടുന്ന് അറിയുന്നു. എൻ്റെ മകന്റെ വിഷയം എന്നെ വിട്ടു അതിദൂരത്താണ്. അവനിപ്പോൾ വിസ ഇല്ല. പഠിക്കുകയാണോ എന്ന് ചോദിച്ചാൽ പഠിക്കുകയല്ല, ജോലി ചെയ്യുകയാണെന്ന് ചോദിച്ചാൽ ജോലി ചെയ്യുകയല്ല. അവന്റെ അവസ്ഥ വളരെ വേദനാജനകമാണ്. എൻ്റെ മകൾ വിവാഹപ്രായം നാട്ടുനടപ്പനുസരിച്ച് കഴിഞ്ഞു, വളരെ ബുദ്ധിമുട്ടിലാണ്. ദൈനംദിന ജീവിതം വേദനാജനകമാണ്. ആശുപത്രിയിൽ നിന്ന് കയറുവാൻ സമയമില്ല. നവംബർ മാസം ഇന്ന് 26 26-ൽ 20 ദിവസവും ആശുപത്രിയുടെ അനുഭവമായിരുന്നു എനിക്ക്. ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. നിശ്ചയമായും നമുക്ക് വേണ്ടി ഇറങ്ങുന്ന, നമ്മുടെ വിഷയം ഏറ്റെടുക്കുകയും നമ്മെ അറിഞ്ഞ് നമ്മുടെ പ്രതികൂലത്തെ അനുകൂലമാക്കുന്ന ഒരു ദൈവം, ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും അനുഗ്രഹിച്ച് മാനിച്ച് നമ്മെ ഓരോരുത്തരെയും അടുത്തറിഞ്ഞ് നമ്മുടെ മേൽ കൃപ ചൊരിഞ്ഞ് പുത്തൻ അനുഗ്രഹം നൽകി ദൈവകൃപയോടെ പരിപാലിക്കട്ടെ. അതിന് പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ ദൈവവരങ്ങൾ ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യം പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ 26-ാം തീയതി കാണുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കപ്പെട്ട ദൈവത്തിനായി സ്തുതിക്കുന്നു. മോശയെ അടുത്തറിഞ്ഞ ഒരു ദൈവം, മോശയോട് കൃപ ചെയ്ത ഒരു ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നതിനായി സ്തോത്രം. അപ്പാ, ഞങ്ങളെ ഒന്ന് അടുത്തറിയണമേ. ഞങ്ങളെക്കുറിച്ച് പലരും പലതും പറയുന്നു, എന്നാൽ ഞങ്ങൾ ആരാണ് എന്നും എന്താണ് എന്നും അടുത്തറിയുന്ന ഒരു ദൈവം ജീവിക്കാൻ സ്തോത്രം. അവിടുത്തെ കൃപ, ദയ, കരുണ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഇന്ന് അവിടുന്ന് ഞങ്ങളെ അടുത്തറിയുമ്പോൾ ഞങ്ങളുടെ ഉള്ളം വേദനിക്കുന്നത്, ഭാരപ്പെടുന്നത്, തേങ്ങുന്നത്, ഞങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ചില വിഷയങ്ങൾ, ഇവയെല്ലാം അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. അതിന്മേൽ കൃപ ചൊരിയണം, അതിന്മേൽ ദയ ചൊരിയണം, അവിടുന്ന് ഇടപെടണം. ഇന്ന് ദൈവവചനം കേട്ട് ഈ പ്രാർത്ഥിക്കുന്ന സമർപ്പിക്കുന്ന മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദൈവകൃപയുടെയും ദിനമായി സ്വർഗീയ കൃപയിൽ പരിപാലിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം വചനത്തിൽ നിന്ന് കേട്ടതുപോലെ എന്നെയും നിങ്ങളെയും വ്യക്തമായി അടുത്തറിയുന്ന ഒരു ദൈവം ജീവിക്കുന്നിടത്തോളം കാലം ഈ ലോകത്തിൽ ആരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. തമ്പുരാൻ അടുത്തറിഞ്ഞാൽ പിന്നെ ആരെയാണ് നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളത്? തമ്പുരാന്റെ കൃപ നമ്മുടെ മേലേക്ക് വീണാൽ പിന്നെ ആരെയാണ് നാം പ്ലീസ് ചെയ്യേണ്ടത്? തമ്പുരാനെ മാത്രം മതി. അങ്ങനെ സകല കൃപകളും അനുഗ്രഹങ്ങളും ജീവജലത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളുടെ ഓരോരുത്തരുടെ മേലും ചൊരിഞ്ഞ് സ്വർഗീയ മഹിമയാൽ നമ്മെ ഏവരെയും പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.